പാലക്കാടൻ രാഷ്ട്രീയത്തിന്റെ തട്ടകത്തിൽ പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്ത് എന്നത് കേവലം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അജയ്യമായ ഒരു കോട്ട കൂടിയായിരുന്നു. ദശകങ്ങളായി ചെങ്കൊടിക്ക് പ്രവേശനമില്ലാതിരുന്ന കോൺഗ്രസ് രാഷ്ട്രീയം മാത്രം ശ്വസിച്ചിരുന്ന ഈ മണ്ണിൽ ഇത്തവണ മാറ്റത്തിന്റെ കാറ്റ് വീശിയത് അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നും വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെ നീണ്ടുന്ന കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് LDF IDF സഖ്യം ഭരണം പിടിച്ചെടുത്തപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായി വാർത്തയായി മാറുകയും ചെയ്യുന്നു. CPM അംഗമായ പ്രമോദ് 9 വോട്ടുകൾ നേടി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പുതിയൊരു ഭരണയുഗം ആരംഭിക്കുക കൂടിയാണ്. ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി മറ്റാരുമല്ല, കോൺഗ്രസിന്റെ പഴയ പടത്തലവൻ MV ഗോവിന്ദാവ് തന്നെയായിരുന്നു. കോൺഗ്രസ് വിട്ട് സ്വതന്ത്ര ജനാധിപത്യ മുന്നണിയായ IDF എന്ന പുതിയ പ്ലാറ്റ്ഫോം രൂപീകരിച്ച് CPMുമായി കൈകോർത്തുകൊണ്ട് ഗോപിനാഥിന്റെ നീക്കങ്ങളാണ് 6 പതിറ്റാണ്ടിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചത്. എന്നാൽ ഈ വിജയത്തിനിടയിലും ഗോപിനാഥ് എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വ്യക്തിപരമായി വലിയൊരു ആഘാതം കൂടിയാണ് നൽകിയിരിക്കുന്നത്. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ 6ാം തമ്പുരാൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന അദ്ദേഹം സ്വന്തം തട്ടകമായ 9ാം വാർഡായ ബമ്മണ്ണൂരിൽ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു. കോൺഗ്രസിലെ രതീഷ് KR 420 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ ഗോപിനാഥിന് 285 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഒന്നടങ്കം അമ്പരപ്പിക്കുന്നതാണ്. അരനൂറ്റാണ്ടുകാലം ഈ പഞ്ചായത്തിലെ രാഷ്ട്രീയം തൻ്റെ വിരൽത്തുമ്പിൽ നിർത്തിയിരുന്ന നേതാവിൻ്റെ ഈ പരാജയം വലിയ ചർച്ചകൾക്കാണ് വഴിയിട്ടിരിക്കുന്നത്. AVG ഗ്രൂപ്പിന്റെ കരുത്ത് ചോർന്നു വന്ന വിലയിരുത്തലുകൾക്കിടയിലും ഒടുവിൽ താൻ ലക്ഷ്യമിട്ടതുപോലെ കോൺഗ്രസിനെ ഭരണത്തിൽ നിന്നും പുറത്താക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു രാഷ്ട്രീയ വിജയമായി അദ്ദേഹം കാണുന്നുമുണ്ട്. 18 സീറ്റുള്ള പഞ്ചായത്തിൽ LDF IDF സഖ്യം 8 സീറ്റുകളും കോൺഗ്രസ് 7 സീറ്റുകളും BJP 2 സീറ്റുകളുമാണ് വിജയിച്ചത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ നിലപാട് നിർണായകമായ ഈ സാഹചര്യത്തിൽ അവർ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് സഖ്യത്തിന് ഭരണം ഉറപ്പിക്കാനായത്. 1979 മുതൽ കോൺഗ്രസ് മാത്രം ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ I ഗ്രൂപ്പിന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന ഈ പഞ്ചായത്ത് അങ്ങനെ ആദ്യമായി ഒരു കോൺഗ്രസ് രഹിത ഭരണസമിതിക്ക് കീഴിലാവുകയാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പെരിങ്ങോട്ടുകുറിശ്ശി കാർഷിക സമൃദ്ധിയാൽ അനുഗ്രഹീതമായ പ്രദേശം കൂടിയാണ്. ഇവിടുത്തെ രാഷ്ട്രീയവും കാർഷിക ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധവുമുണ്ട്. AV ഗോപിനാഥ് എന്ന നേതാവ് ഇവിടുത്തെ കർഷകരുടെ ഇടയിൽ പടുത്തുയർത്തിയ സ്വാധീനമാണ് ദശകങ്ങളോളം കോൺഗ്രസിനെ ഇവിടെ അധികാരത്തിൽ നിലനിർത്തിയത്. പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികൾ, ഗ്രാമീണ റോഡുകൾ, സ്കൂളുകളുടെ വികസനം എന്നിവയെല്ലാം ഗോപിനാഥിന്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി എന്നതിലുപരി ഗോപിനാഥ് എന്ന വ്യക്തിക്കായിരുന്നു ഇവിടെ മുൻതൂക്കമുണ്ടായിരുന്നത്. ഈ വ്യക്തിപ്രഭാവത്തെ വിശ്വസിച്ചാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് പുതിയ പാത സ്വീകരിച്ചതും. എന്നാൽ പാർട്ടിയേക്കാൾ വലിയവനല്ല വ്യക്തിയെന്ന് ഒരു വിഭാഗം വോട്ടർമാർ ചിന്തിച്ചത് അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണമായിട്ടുമുണ്ടാകും. എങ്കിലും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ പഞ്ചായത്തിൽ പൂർണ്ണമായും നിശ്ചലമാക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. AV ഗോപിനാഥിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ അത് സംഭവബഹുലമായ ഒരു കഥ കൂടിയാണ്. 15ാം വയസ്സിൽ KSUയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹം വളരെ വേഗം പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ അനിശ്ചിത നേതാവായി വളരുകയും ചെയ്തു. ജനങ്ങളോടുള്ള അടുത്ത ബന്ധം കാരണം പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ഉമ്മൻചാണ്ടി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നതും. 25 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം 1991 ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ CPMന്റെ ഉറച്ച കോട്ടയിൽ 388 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അട്ടിമറി വിജയം നേടിയതോടെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അന്ന് ആ വിജയം കോൺഗ്രസ് ഹൈക്കമാൻഡ് വരെ ചർച്ച ചെയ്യുന്ന ഒന്നായിരുന്നു. എന്നാൽ 2009 മുതൽ പാർട്ടി നേതൃത്വവുമായി അദ്ദേഹം അകലം പാലിക്കാൻ തുടങ്ങുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റ് ലക്ഷ്യം വെച്ചെങ്കിലും നേതൃത്വം അത് നൽകാതിരുന്നതോടെ തർക്കങ്ങൾ രൂക്ഷമാവുകയും ചെയ്തു. തുടർന്ന് നടന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ നവകേരള സദസ്സിൽ പങ്കെടുത്തതോടെയാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്നും ഔദ്യോഗികമായി പുറത്താകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും മുൻ മന്ത്രി AK ബാലനുമായും അദ്ദേഹം പുലർത്തുന്ന അടുത്ത ബന്ധം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വരെ വഴിവെക്കുകയും ചെയ്തിരുന്നു. ഈ ബന്ധമാണ് ഒടുവിൽ ഇടത് സ്വന്തം സഖ്യത്തിലേക്കും ഭരണമാറ്റത്തിലേക്കും നയിച്ചിരിക്കുന്നത്. പെരിങ്ങോട്ടുകുറിശ്ശി ഉൾപ്പെടുന്ന തരൂർ നിയമസഭാ മണ്ഡലം ഇടത് ചായ്വുള്ളതാണെങ്കിലും പഞ്ചായത്ത് ഭരണത്തിൽ അത് പ്രതിഫലിക്കാറേ ഇല്ലായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വലിയ ലീഡ് ലഭിക്കാറുള്ള വാർഡുകളിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗോപിനാഥ് എന്ന വ്യക്തിയുടെ സ്വാധീനത്തിൽ കോൺഗ്രസ് വിജയിക്കുകയായിരുന്നു പതിവ്. 42 വർഷത്തിനിടയിൽ പ്രസിഡന്റ് പദവി സംവരണമായ 3 തവണ ഒഴികെ ബാക്കി മുഴുവൻ കാലവും ഗോപിനാഥ് തന്നെയായിരുന്നു പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. ജനങ്ങളുടെ ഏത് കാര്യത്തിലും ഓടിയെത്തുന്ന നേതാവ് എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് വലിയൊരു വോട്ട് ബാങ്ക് തന്നെ ഉറപ്പിച്ചു നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ തൻ്റെ പഴയ പാർട്ടിക്കെതിരെ പട നയിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം സീറ്റ് നഷ്ടമായി എന്നത് ജനാധിപത്യത്തിലെ വലിയൊരു വൈരുദ്ധ്യമായി അവശേഷിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിക്കുന്നെന്നും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തെ പിന്തുണ ലഭിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ ഭാഗികമായി
ഫലിച്ചെങ്കിലും തൻ്റെ വ്യക്തിപരമായ വിജയം ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല. എങ്കിലും 60 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിക്കുക എന്ന തൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം അദ്ദേഹം നിറവേറ്റുകയും ചെയ്തു. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ അധ്യക്ഷൻ കൂടിയായ ഗോപിനാഥ് പാർട്ടി വിട്ടത് ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം കൂടിയാണ്. കെ സുധാകരൻ ഇടപെട്ട് അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ പലപ്പോഴും ശ്രമിച്ചെങ്കിലും പ്രാദേശിക തലത്തിൽ തർക്കങ്ങളും DCC പുനഃസംഘടനയിലെ അതൃപ്തിയും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയായിരുന്നു. DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ഉത്തരവാദിത്തം ഏറ്റെടുത്ത പാരമ്പര്യമുള്ള ഗോപിനാഥ് തൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾക്കായി നിലകൊള്ളുന്ന നേതാവാണെന്നാണ് അറിയപ്പെടുന്നത്. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ഈ ഭരണമാറ്റം കോൺഗ്രസിന് വലിയൊരു പാഠമാണ് നൽകുന്നത്. ഒരു കരുത്തനായ നേതാവ് പാർട്ടി വിടുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ പോക്കല്ല, മറിച്ച് ദശകങ്ങളായി പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യത്തിൻ്റെ തകർച്ച കൂടിയാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതാണ്. ഇത് ഇവിടെ മാത്രമല്ല പറയേണ്ടത്, CPM-നും ഇതൊരു പാഠം തന്നെയാണ്. കാലങ്ങളായി ഇരിക്കുന്ന സാമ്രാജ്യങ്ങളെല്ലാം അവരുടെ കൈവിട്ടു പോയതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. ധാർഷ്ട്യവും അതുപോലെ തങ്ങളാണ് വലുത്, തങ്ങൾ മാത്രമാണ് വലുതെന്നുള്ളതും ആ ചിന്താഗതിയുമാണ് CPM-നെയും പലയിടത്തും തോറ്റു തുന്നം പാടാനുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചെന്നുകൂടി ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ UDF-ന് അവിടെ 11ഉം CPM-ന് 5 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നറിയുമ്പോൾ ഇത്തവണത്തെ മാറ്റം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. BJP 2 സീറ്റുകൾ നേടിയതും ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ പുതിയൊരു മാനം കൂടിയാണ് നൽകുന്നത്. ഹൈന്ദവ വോട്ടുകളിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം കോൺഗ്രസിനും തിരിച്ചടിയായിട്ടുണ്ട്. പെരിങ്ങോട്ടുകുറിശ്ശിയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ ഗോപിനാഥ് എന്ന വ്യക്തിയുടെ ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. പാർട്ടി കൊടിയേക്കാൾ ജനങ്ങൾ വില കൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ വാക്കിന് കൂടിയായിരുന്നു. ഓരോ വീട്ടിലും കയറിയിറങ്ങാനും ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനും അദ്ദേഹം കാണിച്ച ശുഷ്കാന്തിയാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ഇവിടെ ഭദ്രമാക്കി നിർത്തിയത്. എന്നാൽ പാർട്ടിയിൽ നിന്നുള്ള പുറത്തുപോക്ക് ഒരു വലിയൊരു ഭാഗം അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു. പാർട്ടിയെ സ്നേഹിക്കുന്നവരും നേതാവിനെ സ്നേഹിക്കുന്നവരും എന്നിങ്ങനെ വോട്ടർമാർ 2 തട്ടിലാവുകയും ചെയ്തു. ഇതിന്റെ പ്രതിഫലനമാണ് ഗോപിനാഥിന്റെ സ്വന്തം വാർഡിലെ തോൽവി എന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ പഞ്ചായത്തിലാക്കി നോക്കിയാൽ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ പാളിയതുമില്ല. CPM-ന്റെ വോട്ടുകളും തൻ്റെ അനുയായികളുടെ വോട്ടുകളും കൃത്യമായി ഏകീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. പുതിയ ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ പെരിങ്ങോട്ടുകുറിശ്ശിയുടെ വികസന സ്വപ്നങ്ങളും രാഷ്ട്രീയ ഭാവിയും AV ഗോപിനാഥ് എന്ന ഘടകത്തിൽ തന്നെയായിരിക്കും കേന്ദ്രീകരിക്കുക. തോൽവിയിലും ഭരണത്തിൻ്റെ താക്കോൽ സ്ഥാനം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചാതുര്യത്തിൻ്റെ അടയാളം കൂടിയാണ്. കോൺഗ്രസ് മുക്ത പെരിങ്ങോട്ടുകുറിശ്ശി എന്ന ലക്ഷ്യം കൈവരിച്ചെങ്കിലും തൻ്റെ രാഷ്ട്രീയ അടിത്തറ വീണ്ടും ഉറപ്പിക്കുക എന്നുള്ളത് ഗോപിനാഥിന് മുന്നിലെ വലിയൊരു വെല്ലുവിളി കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ പിന്തുണയും CPM-ന്റെ സംഘടനാ സംവിധാനവും ഉപയോഗിച്ച് ഈ വെല്ലുവിളി അദ്ദേഹം എങ്ങനെ നേരിടുമെന്നത് വരും വർഷങ്ങളിൽ കേരളം കാണാനിരിക്കുന്ന കാര്യം കൂടിയാണ്. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ രാഷ്ട്രീയ മണ്ണിൽ ഇനി ചെങ്കൊടി ഉയരുമ്പോൾ അതിന് പിന്നിൽ പഴയൊരു കോൺഗ്രസ്സുകാരൻ്റെ ബുദ്ധിയും അധ്വാനവും ഉണ്ടെന്ന് ചരിത്രപരമായ കൗതുകമായി അവശേഷിക്കുകയും ചെയ്യും. ഇത് ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഒരു അപായ സൂചന കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയ്ക്കും നേതൃത്വത്തിന്റെ പിടിപ്പുകേടിനുമെതിരെയുള്ള ശക്തമായ താക്കീത് കൂടിയാണ്. സ്വന്തം പാളയത്തിലെ പടലപ്പിണക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോയതാണ് കോൺഗ്രസിന് ഇത്രയും വലിയൊരു കോട്ട തന്നെ നഷ്ടപ്പെടാൻ കാരണമായത്. അതേസമയം ഇടതുപക്ഷത്തിന് ഇത് അഭിമാനകരമായ നേട്ടം കൂടിയാണ്. ദശകങ്ങളായി തങ്ങൾക്ക് അപ്രാപ്യമായിരുന്ന ഒരു പ്രദേശം തങ്ങളുടെ കീഴിലായതോടെ പാലക്കാട് ജില്ലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. AV ഗോപിനാഥ് എന്ന വ്യക്തിയോടുള്ള സ്നേഹവും ബഹുമാനവും ഇന്നും ആ ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും രാഷ്ട്രീയമായ കൂടുമാറ്റത്തെ അവർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് അദ്ദേഹത്തിന് തോൽവി നൽകുന്ന പാഠം കൂടി. എങ്കിലും ഭരണത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതം കൂടിയായിരുന്നു. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ചരിത്രം ഇനി എഴുതപ്പെടുക കോൺഗ്രസ് ഇല്ലാത്ത പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുടെ പശ്ചാത്തലത്തിലായിരിക്കും. വരും കാലങ്ങളിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാകുമെന്നാണ് ഇടതുമുന്നണി അവകാശപ്പെടുന്നത്. സംസ്ഥാന ഭരണത്തിന്റെ പിന്തുണ ഉള്ളതിനാൽ പഞ്ചായത്തിലേക്ക് കൂടുതൽ ഫണ്ടുകൾ എത്തിക്കാൻ ഗോപിനാഥിന്റെ സ്വാധീനം സഹായിക്കുകയും ചെയ്യും. എന്നാൽ കോൺഗ്രസ് ഇതിനെ ശക്തമായി പ്രതിരോധിക്കാനുള്ള സാഹചര്യവും ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. തോറ്റെങ്കിലും ഗോപിനാഥിനെതിരെയുള്ള വിജയം കോൺഗ്രസ് പ്രവർത്തകർ ആവേശം നൽകുന്നത് കൂടിയാണ്. പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ വരും വർഷങ്ങളിൽ അവർ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും സാധ്യതകളുണ്ട്. ഈ രാഷ്ട്രീയ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഗോപിനാഥിന്റെ പുതിയ നിലപാട് എത്രത്തോളം മാറ്റമുണ്ടാക്കുമെന്നും UDF നേതൃത്വം ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്.